പാക് അധീന കശ്മീർ ഇന്ത്യയിലേക്ക് തിരിച്ചുവരുമോ? ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പുതിയ നിയമം അവതരിപ്പിക്കപ്പെട്ടു. നിമിഷങ്ങൾക്കകം ഇസ്ലാമാബാദിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു. വെറുമൊരു നിയമം കണ്ട് ഒരു രാജ്യം ഇത്രയധികം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ആദ്യം ഈ നിയമം എന്താണ് എന്ന് മനസ്സിലാക്കാം. ഡീലിമിറ്റേഷൻ എന്നാൽ ലളിതമായി പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുന്ന മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുതുക്കി നിശ്ചയിക്കുന്ന നടപടിയാണ്. ജനസംഖ്യ മാറുന്നതിനനുസരിച്ച് ഓരോ എംപിയും പ്രതിനിധീകരിക്കുന്ന വോട്ടർമാരുടെ എണ്ണത്തിൽ തുല്യത വരുത്താനാണ് ഇത് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇതൊരു ഭരണപരമായ നടപടി മാത്രമാണ്. പക്ഷേ ഇത്തവണ ഇന്ത്യ കരുതിവെച്ചത് വളരെ വലിയൊരു സർപ്രൈസാണ്. ഈ ബിൽ നിർദ്ദേശിക്കുന്നത് ലോകസഭയിലെ സീറ്റുകൾ 543 നിന്ന് 850 ഉയർത്തണമെന്നാണ്. 2011 സെൻസസ് കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് ഇത്. ജനങ്ങളുടെ ശബ്ദത്തിന് പാർലമെന്റിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കും. ജനാധിപത്യം കൂടുതൽ ശക്തമാകും. ഇതോടൊപ്പം സ്ത്രീകൾക്ക് 33% സംവരണം നൽകാനും ഈ നിയമം ലക്ഷ്യമിടുന്നു. ഇത്രയും കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ ഭരണനിർവഹണ നടപടിയാണ് എന്ന് തോന്നും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ഈ ബില്ലിൽ പാക് അധീന കശ്മീരിനെക്കുറിച്ച് അഥവാ POJKയെക്കുറിച്ച് അതീവ ഗൗരവകരമായ ചില തീരുമാനങ്ങളുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാം മാറുന്നത്. ജമ്മു കശ്മീർ അസംബ്ലിയിൽ നിലവിൽ തന്നെ 24 സീറ്റുകൾ പാക് അധീന കശ്മീരിനായി മാറ്റിവച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാറില്ല. കാരണം ലളിതമാണ്. ആ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഈ പുതിയ നിയമത്തിലൂടെ ഇന്ത്യ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കഴിഞ്ഞു. ആ പ്രദേശം എന്നെങ്കിലും ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ വരുമ്പോൾ അവിടെ എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നതിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ പൂർത്തിയായിരിക്കുന്നു. അതായത് ആ പ്രദേശം തിരിച്ചു ലഭിച്ചാൽ ഒരു നിമിഷം പോലും വൈകാതെ അവിടെ ജനാധിപത്യം നടപ്പിലാക്കാൻ ഇന്ത്യ തയ്യാറാണ്. ഇതാണ് ഈ നിയമത്തെ ഒരു സാധാരണ ഡീലിമിറ്റേഷൻ ബില്ലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇത് വെറുമൊരു മണ്ഡല വിഭജനമല്ല. ഇത് പാക് അധീന കശ്മീർ തിരിച്ചെടുക്കാനുള്ള ഒരു ചരിത്രപരമായ നീക്കത്തിന്റെ ആദ്യ ചുവടാണ്. വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് സ്റ്റേജ് 1 എന്നാണ്. വെറും വാക്കുകളിൽ നിന്ന് മാറി ആ പ്രദേശം ഭരണഘടനാപരമായി ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള കരുത്തുറ്റ നിയമപരമായ നീക്കമാണിത്. ഇതുകൊണ്ട് വിറളി പിടിച്ച പാകിസ്ഥാൻ ഉടൻ പ്രതികരിച്ചു. അവരുടെ വിദേശകാര്യ വക്താവ് ഈ നിയമത്തെ നിയമവിരുദ്ധം എന്ന് വിളിച്ച് രംഗത്തെത്തി. പക്ഷെ സത്യം മറ്റൊന്നാണ്. 1947 കശ്മീരിലെ മഹാരാജാവ് ആ പ്രദേശം ഇന്ത്യയുമായി ലയിപ്പിച്ചു. ഹൈദരാബാദും ജുനാഗഡും ഇന്ത്യയുടെ ഭാഗമായ അതേ നിയമത്തിലൂടെ തന്നെ. നിയമപരമായി കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും UN പ്രമേയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യം അവർ മറന്നു. 1948 ആ പ്രമേയം പ്രകാരം പാകിസ്ഥാൻ ആദ്യം തങ്ങളുടെ സൈന്യത്തെ അവിടെ നിന്ന് പിൻവലിക്കേണ്ടതായിരുന്നു. അവരത് ചെയ്തില്ല. മാത്രവുമല്ല, അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയും ആ പ്രദേശത്തിന്റെ സ്വഭാവം മാറ്റുകയും ചെയ്തു. അതുതന്നെയാണ് ചരിത്രം ലോകത്തോട് പറയുന്നത്. ഇന്ത്യ ഇന്ന് ലോകത്തിന് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നു. POJK ഒരു തർക്കഭൂമിയല്ല. അത് താൽക്കാലികമായി മറ്റൊരാൾ കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം മണ്ണാണ്. നിയമങ്ങളില്ലാതെ, ജനാധിപത്യമില്ലാതെ പാകിസ്ഥാൻ ഇരുട്ടിലൊതുക്കിയ ആ പ്രദേശത്തെ ജനാധിപത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ ഈ നിയമപരമായ മാസ്റ്റർ സ്ട്രോക്ക് പാകിസ്ഥാന്റെ എല്ലാ കള്ളത്തരങ്ങളെയും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ്. ചരിത്രം തിരുത്തിയെഴുതപ്പെടാൻ പോകുന്നു. ആ നിമിഷം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ ഈ അതിശക്തമായ നിലപാടിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ അറിയിക്കൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.